ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ക്ലാസിക്കോ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകരെ ഇനി കാത്തിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ ഒരു മത്സരം നടക്കുക. അർജന്റീനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിനുള്ള ബ്രസീലിന്റെ പോസിബിൾ ലൈനപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വലിയ മാറ്റങ്ങളോട് കൂടിയാണ് ഡൊറിവാൾ ജൂനിയർ ഈ ഒരു മത്സരത്തിന് വരിക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 6 മാറ്റങ്ങൾ സ്റ്റാർട്ടിംഗ് 11-ൽ ഡൊറിവാൾ ജൂനിയർ നടപ്പിലാക്കിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ബ്രസീലിന്റെ പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ബെൻഡോയായിരിക്കും. നമുക്കറിയാം ആലിസണിന് പരിക്കാണ്, അതിന് പകരമാണ് ബെൻഡോ വരിക. ഇനി ഡിഫൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാക്കുമാരായിക്കൊണ്ട് മാർക്കിഞ്ഞോസ് അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പ്രീമിയർ ലീഗ് താരമായ മുറില്ലോ ഈ ഒരു സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം നേടും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഗബ്രിയേൽ മഗല്ലസിന് സസ്പെൻഷനാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനത്താണ് മുറില്ലോ ഇടം നേടുക. അതുപോലെ തന്നെ ഗില്ലർമെ അരാന, അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഉണ്ടാകും. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ വെസ്ലി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വാൻഡേഴ്സന്റെ പകരമായിക്കൊണ്ടാണ് വെസ്ലി വരിക. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് വെസ്ലി നടത്തിയിട്ടുള്ളത്. അതിന്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബ്രൂണോ ഗുയിമറസിനും അതുപോലെ തന്നെ ഗേഴ്സണും അവിടെ ഉണ്ടാവില്ല. ഗേഴ്സണ് പരിക്കാണ്, ബ്രൂണോ ഗുയിമറസിന് സസ്പെൻഷനാണ്. പകരം ആൻഡ്രേയും ജോലിൻഡനുമാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ അവിടെ റഫീഞ്ഞയുണ്ടാകും. ഇനി മുന്നേറ്റ നിരയിൽ കഴിഞ്ഞ മത്സരത്തിൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് കളിച്ച ജോവോ പെഡ്രോക്ക് തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായേക്കും. പകരം സാവീഞ്ഞോ മുന്നേറ്റ നിരയിൽ വരും എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു വിങ്ങർ ആയിക്കൊണ്ടായിരിക്കും സാവീഞ്ഞോ കളിക്കുക. സ്ട്രൈക്കർ റോളിൽ റോഡ്രിഗോ ഉണ്ടാകും. അതുപോലെ തന്നെ ഇടത് വിങ്ങിലാണ് വിനീഷ്യസ് ജൂനിയർ ഉണ്ടാവുക. ഇങ്ങനെയാണ് ബ്രസീലിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് വരുന്നത്. 6 മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.